നമസ്കാരം, IEEE ക്യാമ്പസിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വോയിസ് VLANs എങ്ങനെ നമുക്ക് ഡീപ്ലോയ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചില ഓർഗനൈസേഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു IP ടെലിഫോണി സെറ്റപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കും നമുക്ക് കംപ്ലീറ്റ് വോയിസിൻ്റെ കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ അവരുടെ ആ ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെ IP ഫോൺസ് ഉണ്ടായിരിക്കും എല്ലാവരുടെയും ഡെസ്കിൽ, അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെയോ, അല്ലെങ്കിൽ എങ്ങനെയാണോ അവർ കൊടുത്തേക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു വോയിസിന് ഒരു സെർവർ ഉണ്ടായിരിക്കും. അത് ഒന്നുകിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ തന്നെ ഒരു അപ്ലയൻസ്, സ്വിച്ച് പോലത്തെ ഒരു അപ്ലയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പൺ സോഴ്സ്, ഇപ്പോൾ ആസ്ട്രിക്സ് പോലുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സെറ്റപ്പുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു സെർവറായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഒരു വോയിസ് സെറ്റപ്പ് വരിക. അപ്പോൾ ഈ സെർവറാണ് ഇത് കൺട്രോൾ ചെയ്യുന്നതും. അതുപോലെ ബാക്കിയുള്ള IP ഫോൺസ് ത്രൂ നമുക്ക് കോൾ വിളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചില സാഹചര്യത്തിൽ ഈ വോയിസ് സെർവറിൽ നിന്ന് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുകയും അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇന്റർനെറ്റോട് കണക്ഷൻ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ഇനി ഇൻ കേസ് ഏതെങ്കിലും തേർഡ് പാർട്ടി API വഴിയൊക്കെയുള്ള കണക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ മറ്റ് ബ്രാഞ്ച് ഓഫീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കണക്ട് ചെയ്യണമെങ്കിലും ഒരു പക്ഷേ ഇത് VPN വഴി കണക്ട് ചെയ്യേണ്ടി വരും. സോ നമ്മൾ അങ്ങനെ ഒരു VLAN ഡീപ്ലോയ് ചെയ്യുമ്പം നമുക്ക് ഈ IP ഫോൺസും അതുപോലെ ഈ ഒരു വോയിസ് സെർവറും എല്ലാം കൂടെ ഒറ്റൊരു VLAN വേണം നമ്മൾ സെറ്റപ്പ് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ അകത്തൊരു രണ്ട് സെനാരിയോ ആണുള്ളത്. ഒന്നാമത്തെ സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കാണുന്ന ട്രഡീഷണൽ സെനാരിയോ ആണ്. അതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു IP ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഈ IP ഫോണിന്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് രണ്ട് പോർട്ടുകളാണ് സാധാരണ കാണുന്നത്. ഒന്ന് ഒരു PC-ലോട്ട് കണക്ട് ചെയ്യാൻ ഒരു പോർട്ടും, രണ്ടാമത് നമ്മുടെ IP ഫോണിന്റെ ഒരു പോർട്ടുമാണ് കാണുന്നത്. അപ്പോൾ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ നോർമൽ ഒരു IP ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സിസ്കോയുടെ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ സ്വിച്ചിൽ നിന്ന് ആ ഒരു IP ഫോണിലോട്ടായിരിക്കും ഒരു കണക്ഷൻ നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിനപ്പുറത്തൊരു PC ഉണ്ടെന്നുണ്ടെങ്കിൽ ആ PCക്ക് നമുക്ക് കേബിൾ ത്രൂ ഈ IP ഫോണിന്റെ ബാക്ക് സൈഡിൽ 2PC എന്ന് പറഞ്ഞ ആ ഒരു പോർട്ടിലോട്ട് ഒരു നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ PCക്ക് അവിടെ കണക്ഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സെനാരിയോസ്. ഇതെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓഫീസ് നെറ്റ്വർക്ക് എടുക്കുമ്പോൾ അവിടെ മൾട്ടിപ്പിൾ, അതായത് പല ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ടാവും. അവർക്കെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കണക്ടിവിറ്റി കൊടുക്കണമായിരുന്നു. അപ്പോൾ ഒരു ഡെസ്കിൽ തന്നെ PC ഉണ്ടാവും, അതേപോലെ തന്നെ ഈ ഒരു ഫോണും ഉണ്ടാവും. സോ ഇവർക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ ഈ കണക്ടിവിറ്റി കൊടുക്കുമ്പോഴത്തേനും PCക്ക് ഒരു കണക്ഷൻ, അതുപോലെ തന്നെ IP ഫോണിന് വേറൊരു കണക്ഷൻ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് നമ്മൾ RJ45ന്റെ സോക്കറ്റ്സ് നമ്മൾ അവിടെ കണക്ട് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ആ ടെർമിനേഷൻ അവിടെ ഇടേണ്ടി വരും. അപ്പോൾ ഓരോ ഇടത്തും നമ്മൾ രണ്ട് കേബിൾ വെച്ച് വലിക്കേണ്ടി വരും. സോ ടോട്ടൽ നോക്കിയാൽ ഇപ്പം 100 യൂസേഴ്സ് ഉണ്ട്. ഈ 100 പേർക്ക് IP ഫോൺ PC ഉണ്ടെങ്കിൽ നമുക്ക് ആ 100 പേരുടെയും ഡെസ്കിലോട്ട് ഈ കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 200 കേബിൾ അവിടെ വലിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോസ്റ്റ്, ഈ കേബിളിന്റെ കോസ്റ്റ് പ്ലസ് ഇത് വലിക്കേണ്ട ആ ഒരു സംഭവം, ഇതെല്ലാം കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ IP ഫോണിന്റെ ബാക്കിൽ തന്നെ ഇങ്ങനൊരു ഓപ്ഷൻ വന്നത്. അതായത് PC-ലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ വെച്ച് കണക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. അതാകുമ്പോൾ നമുക്ക് ഒറ്റ കേബിൾ ഇട്ടാൽ മതി. അപ്പോൾ 100 കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ 100 ഇട്ടാൽ മതി. അപ്പോൾ ഈ ഒരു IP ഫോണിന്റെ ബാക്കിൽ കൂടെ തന്നെ നമുക്ക് ഈ PCയും കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ലെഗസി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇന്നത്തെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് IP ഫോൺ ഉണ്ടായിരിക്കും, പക്ഷേ PCക്ക് വരെ മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ആയിരിക്കും. ഇനി ചില സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ബാങ്കിങ്ങോ ഇൻഷുറൻസോ അല്ലെങ്കിൽ മിലിറ്ററിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏരിയയിലാണെങ്കിൽ ഇപ്പോഴും ഈ സെറ്റപ്പൊക്കെ തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. കാരണം അവിടുന്ന് അവർക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഈ ഡിവൈസിന്റെ മൊബിലിറ്റി അവരൊട്ടും സപ്പോർട്ട് ചെയ്യത്തില്ല, എടുത്തുകൊണ്ട് പോകാനൊന്നും സമ്മതിക്കില്ല, അവിടെ തന്നെ വെച്ചിട്ട് ആയിരിക്കും. കാരണം കോൺഫിഡൻഷ്യൽ ഡേറ്റയൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിൽ ഇപ്പോഴും നമ്മൾ ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ ഈ രണ്ട് സെനാരിയോ എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാര്യം കോൺഫിഗർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ സെനാരിയോ ഇതാണ്. നമുക്ക് ഒരു IP ഫോൺ ഉണ്ട്. ആ IP ഫോൺ നമ്മൾ ഒരു PC-യുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. വോയിസ് സെർവർ ഉണ്ട്. ഇതാണ് നമ്മുടെ സെനാരിയോ. അപ്പോൾ ഇതിനകത്തൊരു കോൺഫിഗറേഷൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു സ്വിച്ചിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ഒരു VLAN കോൺഫിഗർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് VLANs കോൺഫിഗർ ചെയ്യാം ആദ്യം. അപ്പോൾ ഇവിടെ വേണ്ടത് 2 VLAN ആണ്. ഒന്ന് നമുക്കൊരു എംപ്ലോയി VLAനും, രണ്ടാമത് ഒരു വോയിസ് VLAനും. ഈ IP ഫോൺ റൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു വോയിസ്. അപ്പോൾ എല്ലാ IP ഫോൺസും നമ്മൾ ആ പർട്ടിക്കുലർ VLAനിലാണ് ആയിരിക്കും ഇടുന്നത്. അതേപോലെ തന്നെ IP ഫോണിന്റെ ആ ഒരു മാനേജ്മെന്റ് സെർവർ ഉണ്ടല്ലോ, ആ സെർവറും നമ്മൾ അതേ സെയിം വോയിസ് VLAനിൽ തന്നെ ഇടും.
അത് കഴിഞ്ഞ് പി സികൾ അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ പോകുന്ന പി സികൾ എംപ്ലോയീസിന്റെ പി സി ആകുമ്പോൾ നമ്മൾ എംപ്ലോയി VLAN എന്ന് പറഞ്ഞൊരു VLAN ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തായിരിക്കും ഇടുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനേബിൾ കൊടുത്തു. ഇതിൻ്റെ അകത്ത് കോൺഫിഗ് ടെർമിനലിൽ പോയിട്ട് നമ്മൾ ആദ്യം VLAN ക്രിയേറ്റ് ചെയ്യുന്നു. VLAN 10 എന്ന് പറഞ്ഞൊരു VLAN ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് എന്ന് പറഞ്ഞൊരു VLAN ആണ്. ഇങ്ങനെയാണ് ആ ഒരു VLANന്റെ പേര്. എക്സിറ്റ് കൊടുത്തു. നമ്മൾ ഇനി അടുത്തത് VLAN 20 കൊടുക്കുന്നു. ഇതിൻ്റെ അകത്ത് നെയിം കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയി VLAN ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 VLAN ഇവിടെ കോൺഫിഗർ ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് എൻഡ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കോൺഫിഗറേഷൻ വെരിഫൈ ചെയ്യാം. ഷോ VLAN എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തു കഴിയുമ്പം നമുക്ക് ഇവിടെ VLANs നമുക്ക് കാണാൻ പറ്റും. വോയിസ് VLAനും വന്നു, എംപ്ലോയി VLAനും വന്നിട്ടുണ്ട്. 2 VLANs ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോർട്ടൽ PC ഉണ്ട് പ്ലസ് IP ഫോണും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു IP ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ IP ഫോണിൻ്റെ അകത്ത് നമ്മൾ VLANs കോൺഫിഗർ ചെയ്യാറുണ്ട്. അതേസമയം PC-യിൽ നമ്മൾ VLANs ഒന്നും കോൺഫിഗർ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടുത്തെ ചലഞ്ച് ഇതാണ്. ഒരു ഇന്റർഫേസിൽ കൂടെ തന്നെ 2 VLAN കടത്തി വിടുന്നു. അതിൽ ഒരു ഒരെണ്ണത്തിൽ VLAN കോൺഫിഗർ ചെയ്യുന്നുണ്ട്, ഒരെണ്ണത്തിൽ VLAN കോൺഫിഗർ ചെയ്തില്ല. മീൻസ് അതിൻ്റെ നമ്മൾ PC ഒക്കെ നമ്മൾ IP സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ VLANs ഒന്നും പ്രത്യേകിച്ച് പറയാറില്ല. നമ്മൾ IP അഡ്രസ് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പം ഈ ഒരു IP ഫോണിനെ സംബന്ധിച്ചോളം അത് DHCP-യിൽ ഓട്ടോമാറ്റിക്കലി അത് എടുത്തോളും ആ ഒരു IP അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്കതെങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് വീണ്ടും നമുക്ക് ആ ഒരു ഇന്റർഫേസിൽ പോവാം. നമുക്ക് ഇത് ഏത് ഇന്റർഫേസ് ആണോ ആ ഇന്റർഫേസിൽ നമുക്ക് പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓപ്ഷൻ്റെ അകത്ത് ആ ഇന്റർഫേസിന്റെ ലേബൽ ഇല്ല, അത് നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഓൾവേസ് ഈ ഒരു ലേബൽ നമുക്ക് വേണം എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ലേബൽ കിട്ടും. ഇതാ ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഫാസ്റ്റ് എത്തർനെറ്റ് 0/1. അതേപോലെ തന്നെ ഫാസ്റ്റ് എത്തർനെറ്റ് 0/2 വോയിസ് സെർവറിലോടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോൺഫിഗറേഷൻ നമുക്ക് ആദ്യം സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കോൺഫിഗ് ടെർമിനലിൽ പോയിട്ട് ഇന്റർഫേസ് ഫാസ്റ്റ് എത്തർനെറ്റ് 0/1. ഇവിടെ നമ്മൾ സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് കൊടുത്തു. ഇവിടെ സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 20 കൊടുത്തു. കാരണം 20 VLAN എന്ന് വെച്ചാൽ എംപ്ലോയി VLAN ആണ്, EMP VLAN ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ 20 കൊടുത്തു. അപ്പോൾ നമുക്ക് എംപ്ലോയിയുടെ VLAN നമ്മൾ ഈ ഒരു ഫാസ്റ്റ് എത്തർനെറ്റ് 0/1 അലോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് IP ഫോണിന്റെ ആ വോയിസ് VLAN ആണ് അലോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പ്രത്യേക ഒരു കമാൻഡ് ഉണ്ട്. അത് സ്വിച്ച് പോർട്ട് ആക്സസ് വോയിസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. സ്വിച്ച് പോർട്ട് വോയിസ് എന്നാണ്. VLAN 10 കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ 2 VLAN വന്നു. അതായത് ഈ ഒരൊറ്റ പോർട്ടിൽ തന്നെ നമ്മൾ 2 VLAN സെറ്റപ്പ് ചെയ്തു. ഇതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഷോ റണ്ണിങ് കോൺഫിഗർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, ഇങ്ങനെയായിരിക്കും ഇതിന്റെ കോൺഫിഗറേഷൻ വരിക. ഇന്റർഫേസ് ഫാസ്റ്റ് എത്തർനെറ്റ് 0/1. അതിൻ്റെ അകത്ത് സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് കൊടുത്തു. എന്നിട്ട് ആക്സസിന്റെ അകത്ത് നമ്മൾ VLAN 20 പറഞ്ഞു കൊടുത്തു. അത് എംപ്ലോയി VLAN ആണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു വോയിസ് VLAN എന്ന് പറഞ്ഞ് 10 കൊടുത്തു. സോ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഈ 2 VLAനും ഒരേ ഇന്റർഫേസിൽ കൂടെ തന്നെ ആക്സസ് പോർട്ടിൽ വർക്ക് ആവും. ഇതാണ് ഒരു മെത്തേഡ്. ഇതാണ് സാധാരണ നമ്മൾ സിസ്കോയുടെ ഒക്കെ IP ഫോൺസ് ഒക്കെ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളൊരു പരിപാടി ഇതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വോയിസ് സെർവറിനെ നമുക്ക് അതേ VLAN 10 തന്നെ ഇടണം. അപ്പം നമുക്ക് കോൺഫിഗ് ടെർമിനൽ കൊടുത്തിട്ട് ഇന്റർഫേസ് ഫാസ്റ്റ് എത്തർനെറ്റ് 0/2. ഇവിടെ നമ്മൾ സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് കൊടുത്തു. ഇവിടെ സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 10 കൊടുത്തു. അപ്പോൾ അത് ആ ഒരു പർട്ടിക്കുലർ VLANലോട്ട് കിട്ടി. അപ്പം ഇത് വോയിസ് VLANലായി. അപ്പോൾ ഈ വോയിസ് ഡിവൈസുകളെല്ലാം ഇപ്പം നമ്മൾ വോയിസ് VLANലായിട്ടുണ്ട്. ഇനിയും ബാക്കി ഞാനിപ്പോൾ ഇവിടെ ഒരു PCയും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു PC ഇതിപ്പോൾ അടുത്തൊരു വേറെ എംപ്ലോയിയുടെ PC ആണ് വെക്കുക, അത് ഇങ്ങോട്ട് കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ഫാസ്റ്റ് തന്നെ 0/3 അന്നേരം ഞാൻ ഈ എംപ്ലോയിക്ക് ഇതില്ല, IP ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മളൊരു ഒരു VLAN കോൺഫിഗർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇന്റർഫേസ് ഫാസ്റ്റ് എത്തർനെറ്റ് 0/3
0/3 ഇവിടെ സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 20. അപ്പോൾ അത് എംപ്ലോയി VLAN ആയിട്ട് അവിടെ നമ്മൾ ഇട്ട് കൊടുത്തു. സോ ഇവിടെ എംപ്ലോയി VLAN അവിടെ വന്നു. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ IP ഫോൺ ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ഈ ഒരു VLAN മാത്രമേ കൊടുക്കുകയുള്ളൂ. വോയിസ് VLAN എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റപ്പ് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് ഒരു കേസ് 1 അല്ലെങ്കിൽ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ മീൻസ് ഇതുപോലെ എല്ലാ രീതിയിലും എല്ലാ ഡിവൈസും വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന IP ഫോൺ ആയിരിക്കണമെന്നുമില്ല. സോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IP ഫോൺ എടുക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ IP ഫോണിനെ നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മുടെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇതിന് PC കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ഈ IP ഫോണിനെ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി തന്നെ നമുക്ക് VLANൽ ആ വോയിസ് VLAനിൽ തന്നെ സെറ്റപ്പ് ചെയ്യണം. സോ അങ്ങനത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടെ ചെല്ലുക, നമ്മൾ സാധാരണ VLAN ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. വോയിസ് VLAൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു VLAൻ ഒന്നുമില്ല, സാധാരണ VLAൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു PC എങ്ങനെയാണോ കോൺഫിഗർ ചെയ്ത് അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഈ ഒരു IP ഫോണും സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/4 ഈ ഒരു IP ഫോൺ വന്നേക്കുന്നത്. അപ്പോൾ ഇന്റർഫേസ് ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/4 ഇവിടെ നമ്മൾ സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 10 എൻഡ് WR സേവ് ചെയ്തു. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇനി നമ്മൾ ഷോ റണ്ണിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ആ ഒരു ഇന്റർഫേസിൽ നമുക്ക് IP ഫോൺ ഉണ്ട്, അതിന്റെ ബാക്കിൽ PC കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു, ഇവിടെ വോയിസ് VLAN എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു കമാൻഡ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൽ കൂടെ വോയിസ് VLAനും കൂടെ ഫോർവേഡ് ചെയ്ത് കൊടുത്തു. രണ്ടാമത്തെ കേസിൽ നമുക്കൊരു PC മാത്രം മതി, അതിന് പ്രത്യേകിച്ച് വോയിസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ആ PC ആ ഡെസ്കിൽ പ്രത്യേകിച്ച് IP ഫോൺ ഒന്നും ഇല്ല. സോ നമ്മൾ സാധാരണ നോർമൽ VLAN കോൺഫിഗറേഷൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ ഒരു PC-യായിട്ട് കണക്ഷൻ കൊടുത്തു. ഇവിടെ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/2 എന്ന് പറഞ്ഞാൽ ഇത് PC അല്ല, ഈ ഒരു വോയിസ് സെർവറാണ്. ഈ വോയിസ് സെർവറിനെ നമ്മൾ വോയിസ് VLAനിൽ തന്നെ ഇട്ട് കൊടുത്തു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെക്സ്റ്റ് ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/3 ആണ്. അതായത് ഈ ഒരു കണക്ഷനാണ്. ഇതിനകത്ത് വരുമ്പോൾ ഈ ഒരു ഡിവൈസിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, മീൻസ് വോയിസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എംപ്ലോയി VLAN മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സെനാരിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IP ഫോൺ മാത്രം മതി, നമുക്ക് പ്രത്യേകിച്ച് വേറെ ഡിവൈസ് ഒന്നും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഈ IP ഫോണിലില്ല. അല്ലെങ്കിൽ നമ്മൾ IP ഫോൺ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്, ഡിവൈസിന്റെ ആക്സസിന്റെ കൂട്ടത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കേസാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സാധാരണ VLAN കോൺഫിഗർ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു വോയിസ് VLAN അവിടെ അലോ ചെയ്ത് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഈ രണ്ട് സെനാരിയോസ് ആയിരിക്കും നമ്മൾ ജനറലി വരുന്നത്. മോസ്റ്റ്ലി സിസ്കോയുടെ കേസിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ മറ്റുള്ള കമ്പനി ഇപ്പോൾ അവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും. നമ്മൾ ആ ഒരു VLAN പറഞ്ഞു കൊടുക്കുന്നു, അതിനെ ആക്സസ് മോഡിൽ സെറ്റപ്പ് ചെയ്തിട്ട് ആ ഒരു വോയിസിന് ഡിവൈസ് എടുത്ത് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരു VLAN നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഒരു വോയിസിനുമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു VLAN ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഷോ VLAN കൊടുത്താൽ നമുക്ക് ആ ഒരു വോയിസിന് വേണ്ടി നമ്മൾ ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത VLAN ആണ്. ഈ ഒരു വോയിസ് VLAN എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു പേര് കൊടുത്തു, നമ്മൾ അത് കണക്ട് ചെയ്തു. അത്രേ ഉള്ളൂ സംഭവം. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ നമ്മളുടെ IP ഫോൺസ് കണക്ട് ചെയ്യുന്നത്. ഇതേ സെയിം രീതി തന്നെ ആയിരിക്കും നമ്മൾ നമ്മളുടെ ഇപ്പം IP ക്യാമറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ഒരു VLAN ആയിട്ട് തന്നെ ആയിരിക്കും സെറ്റപ്പ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചാൽ ഇപ്പം AV അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ആയിട്ടുള്ള ഡിവൈസുകൾ ഉണ്ടെന്നുണ്ട്, ഇപ്പൊ ക്രസ്റ്റോണിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ ഡിവൈസുകൾ വീഡിയോ വോള് അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ സ്ട്രീം ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ TVയിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ടോക്കൺ സിസ്റ്റം ഒക്കെ വെച്ചിട്ട് ഈ ഹോസ്പിറ്റൽസിലൊക്കെ ടോക്കൺ സിസ്റ്റവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങോട്ടൊക്കെയുള്ള ഇന്റഗ്രേഷൻസ് ആണ്, ആ ഓട്ടോമേഷന്റെ സൈഡായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു VLAN ആക്കി തന്നെയായിരിക്കും നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. അതും ഈ രീതിയിൽ തന്നെ ആയിരിക്കും അതിന് നമ്മൾ ഡിവൈസസിനൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നത്. ഇപ്പം പാനൽസ് കണക്ട് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ വീഡിയോ വോൾ കണക്ട് ചെയ്യണമെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും സാധാരണ VLAN കോൺഫിഗറേഷൻ ചെയ്യുന്നത്. ഇനി അതിനകത്ത് പാനൽസ് ഒക്കെ വരുമ്പോൾ അതിനകത്ത് മൾട്ടികാസ്റ്റ് സെറ്റപ്പുകളുണ്ട്. അത് ടിപ്പിക്കലി നമ്മൾ ഈ സ്വിച്ചുകളിൽ മൾട്ടികാസ്റ്റിന് ലിമിറ്റേഷൻ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്.
അതിനൊക്കെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മൾട്ടികാസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡ്വാൻസ് ഓപ്ഷൻസ് ഒക്കെയുള്ള സ്വിച്ചുകളായിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നെറ്റ് ഗിയറിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളുടെ ഡിവൈസുകളായിരിക്കും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിനൊക്കെ സ്പെസിഫിക്കലി ബിൽഡ് ചെയ്തിട്ടുള്ള ഡിവൈസ് ഉണ്ട്. അതാകുമ്പം അതിന് ഹൈ ത്രൂപുട്ട് കിട്ടും, 4K വീഡിയോസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അത്രയും ബാൻഡ് വിഡ്ത്തുള്ള പോർട്ടുകൾ നമുക്ക് കിട്ടും. സോ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് അവിടെയുണ്ട്. അപ്പോൾ ആ സ്വിച്ചുകളിലൊക്കെ ആയിരിക്കും നമ്മൾ അതിൻ്റെ സെറ്റപ്പുകൾ ചെയ്യാറുള്ളത് ഈ മൾട്ടികാസ്റ്റിൻ്റെ കേസിൽ. അല്ലാത്ത കേസുകൾ വീലാനൊക്കെ ഡീപ്ലോയ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും. എല്ലാം ഓരോ സെപ്പറേറ്റ് വീലാനാക്കി വെക്കുവാണെങ്കിൽ നമുക്കത് ഈസി ആയിരിക്കും. അതിനകത്ത് എന്ത് ആക്സസ് കൊടുക്കണം അല്ലെങ്കിൽ മാനേജ് ചെയ്യണമെങ്കിലും എല്ലാം നമുക്ക് എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും.